ലക്ഷങ്ങൾ മുടക്കി കാനനമധ്യത്തിൽ നിർമ്മിച്ച ശബരി കുപ്പിവെള്ള പദ്ധതി ലക്ഷ്യത്തിലെത്താതെ കാടുകയറി നശിച്ചു. പിറവന്തൂരിൽ കടശ്ശേരിയിൽ വനം വകുപ്പിന്റെ അധീനതയിൽ കുപ്പിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടവും യന്ത്രസാമഗ്രികളുമാണ് പൂർണ്ണമായും നശിച്ചിരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കാതെ ആയതാണ് പദ്ധതി നിലച്ചുപോകാൻ കഴിയാത്തതിന് കാരണമായി പറയുന്നത്. വനം വകുപ്പിന്റെ സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണമെന്ന നിയമം കൂടി വന്നതോടെയാണ് നിർമ്മാണം നിലച്ചത്. സർക്കാർ തലത്തിൽ അടിയന്തര നടപടിയെടുത്തില്ല എങ്കിൽ പദ്ധതിയുടെ ഭാഗമായി കെട്ടിട നിർമ്മാണത്തിനടക്കം മുടക്കിയ 60 ലക്ഷം രൂപയും പാഴായ അവസ്ഥയിലാകും. പിറവന്തൂർ പഞ്ചായത്തിലെ കടശ്ശേരിയിൽ വനം വകുപ്പിന്റെ സ്ഥലത്താണ് ശബരി കുപ്പിവെള്ള പദ്ധതി ആരംഭിച്ചത്. വനം മന്ത്രിയായിരിക്കെ KB ഗണേഷ് കുമാറാണ് ഒരു കുപ്പിവെള്ളത്തിന് 10 രൂപ നിരക്കിൽ ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചത്. 1 കോടി രൂപ വകയിരുത്തി 2012 ഒക്ടോബർ 27 തറക്കല്ലിട്ട പദ്ധതിയുടെ കെട്ടിട നിർമ്മാണവും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളും 1.5 വർഷത്തിനിടെ പൂർത്തിയായിരുന്നു. 60 ലക്ഷത്തോളം രൂപ കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിച്ചു. തുടർന്ന് യന്ത്രസാമഗ്രികൾ സ്ഥാപിക്കുന്നതിനായി നടപടികൾ ആരംഭിക്കുന്നതിനിടെ ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം പോയതോടെ പദ്ധതിക്ക് താഴ്വീഴുകയായിരുന്നു. പിന്നീട് വന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മന്ത്രി K രാജുവും നിലവിലുള്ള മന്ത്രി AK ശശീന്ദ്രനും തുടർ നടപടികളെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ പദ്ധതി മുടങ്ങിയ മട്ടാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് പണി പൂർത്തിയായ കെട്ടിടവും കുളങ്ങളും ഇപ്പോൾ കാടുമൂടിയ നിലയിലാണ്. 2 കുളങ്ങളും കെട്ടിട നിർമ്മാണവും പൂർത്തിയായ പദ്ധതിക്ക് മെഷീനറികൾ കൂടി ഇറക്കുമതി ചെയ്താൽ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കാമെന്നിരിക്കെയാണ് തുടർ നടപടികളെടുക്കാതെ വർഷങ്ങൾ കഴിഞ്ഞുപോയത്. വീണ്ടും ഗണേഷ് കുമാർ മന്ത്രിയായതോടെ പദ്ധതിക്ക് ജീവൻ വയ്ക്കുമെന്ന പ്രതീക്ഷയാണ് പ്രദേശവാസികൾക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.